ഹായ് കുട്ടി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹമ്മൂസ് ഉണ്ടാക്കിയാലോ? അപ്പം ഹമ്മൂസിന് വേണ്ടത് വെള്ളക്കടലയാണ്. വെള്ളക്കടല ഞാൻ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ താഹിനയാണ് വേണ്ടത്. താഹിന ഇപ്പം നമുക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നോക്കിയാൽ അവൈലബിൾ ആണ്. അത് നമ്മുടെ ഒരു വെളുത്ത എള്ള് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സിറപ്പ് പോലൊരു സാധനമാണ്. സിറപ്പല്ല, ഒരു ഇച്ചിരി തിക്നെസ് ഉണ്ട് അതിന്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പം നമ്മുടെ കടല കുതിർത്തത് മിക്സിക്കകത്തോട്ടിട്ടു. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ഇഞ്ചി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടു. അതേപോലെ തന്നെ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി, ഇത് ഇത്രയും കൂടെ നമ്മുടെ മിക്സിക്കകത്തോട്ട് ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒഴിച്ചത് താഹിനയാണ്. എന്തായാലും ലുലുവിലും ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ നോക്കിയാൽ കിട്ടാറുണ്ട് സുലഭമായിട്ട്. അപ്പം അതൊഴിച്ചു, താഹിന ഒഴിച്ചു, ആ എള്ളിൻ്റെ ആ ഒരിത്. പിന്നെ ഒഴിച്ചതെന്ന് പറയുന്നത് നാരങ്ങ നീരാണ്. നാരങ്ങ നീര് കുരു കളഞ്ഞിട്ട് നീര് മാത്രം നമ്മൾ പിഴിഞ്ഞൊഴിക്കണം. ഒരു നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ആവശ്യമായത് ഒഴിക്കുക. മീൻസ് ഒരു നമുക്ക് എത്രയുമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാൽ പോർഷൻ ഒഴിക്കണം. അങ്ങനെ ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടേണ്ടത് ആവശ്യമായ ഉപ്പാണ്. ശരിക്കും ഹമ്മൂസിന് ഒത്തിരി ഉപ്പിൻ്റെ ഇത് വരത്തില്ല, കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പം അങ്ങനെ അതുകൂടെ ഉപ്പും ആവശ്യമായത് ഇട്ടിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് നല്ലോണം ഇത് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. അപ്പം ആദ്യമേ കുറച്ച് നോക്കണം, കാരണം കടലയായതുകൊണ്ട് ഇതിങ്ങനെ ഭയങ്കര തിക്കായിരിക്കും. അപ്പം അങ്ങനെ നോക്കിയിട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒരു ചെറിയ മീഡിയം ലൂസ് പരുവത്തിൽ നമ്മളിത് എടുക്കണം. അങ്ങനെ ഞാൻ ഇച്ചിരിയോടെ തിക്നെസ് കണ്ടുകൊണ്ട് ഞാൻ ഇച്ചിരിയോടെ വെള്ളം ഒഴിച്ച് ഞാൻ അത് നല്ലോണം അടിച്ചെടുത്തു. ഇതാണ് നമ്മുടെ ഹമ്മൂസ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ശരിക്കും നമ്മുടെ ഈ ഗ്രിൽ ചിക്കന് അതിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് ശരിക്കും ഇത് നല്ലത്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ കാണാത്തവർ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ ഞാൻ എടുത്ത് വെച്ച ഹമ്മൂസിലേക്ക് ചുമ്മാ അതിൻ്റെ നമുക്കെപ്പോഴും നമുക്ക് ഹോട്ടലുകളിലൊക്കെ കയറിയാൽ ഇതേപോലെ തന്നെ ഒലിവ് ഓയിൽ അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചിട്ടായിരിക്കും തരിക. അപ്പം ഞാനും അതേപോലെ തന്നെ ഇച്ചിരി ഒലിവ് ഓയിൽ അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. കപ്പയും പിന്നെ ഇതിന് മുമ്പത്തെ വട്ടം ഞാൻ ഷോർട്സിനകത്ത് ഇട്ടിരുന്ന ഗ്രില്ല് ചെയ്ത, അപ്പം അന്നത്തെ ഞങ്ങളുടെ ഭക്ഷണമാണ്. ശരിക്കും അന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് ഈ ഹമ്മൂസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹമ്മൂസ്. എന്താ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.